ചിലർക്കൊരു ധാരണ മൊയ്ലാമാരൊന്നും പണിയെടുക്കാത്തവരാണ്. ആ ധാരണ തെറ്റാണ് കേട്ടോ. അവരേറ്റവും മുന്തിയ ജോലി എടുക്കുന്നവരാണ്. ചില ജാഹിലീകൾക്കൊരു വിചാരമുണ്ട്, ഈ വെള്ളേരി പന്തലിൽ വെക്കുന്ന സാധനം, ആ സാധനം ഇങ്ങനെ വിചാരിക്കാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒരൊറ്റ വെള്ളേരി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ കയപ്പി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ പടവലം ഉണ്ടാവൂല. ഈ വിഡ്ഢിത്തം പോലെയാണ് ആലിമീങ്ങളെ ജീവിതം. ഞങ്ങളെ കൊണ്ടാണെന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവരുടെ ചിന്തയെന്ന് റസാനത്ത് പറഞ്ഞില്ലേ. കടപ്പെടുന്ന വ്യക്തി ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ദുർബലനായ ഒരു മാനസിക രോഗിയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ വളരെ നീതിപൂർവകമായ നിലക്ക് ആ എന്താണ് എഴുതേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ വലിയ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു, വസ്തശ്ഹിദൂ ശഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങൾ രണ്ട് പുരുഷന്മാരെ അവിടെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുവീൻ. ഫഇല്ലം യകൂനാ റജുലൈനി, അങ്ങനെ രണ്ട് പുരുഷന്മാരെ നിങ്ങൾക്ക് സാക്ഷിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫറജുലുൻ വംറഅതാനി, ഒരു പുരുഷനും രണ്ട് സ്ത്രീയും സാക്ഷി നിൽക്കട്ടെ. മിമ്മൻ തർളൗന മിനസ് ശുഹദാ, സാക്ഷികളായി നിങ്ങൾക്ക് തൃപ്തി വരുന്ന രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും സാക്ഷിയായി ഉണ്ടാകട്ടെ. അതെന്തിനാണ് സ്ത്രീകളാകുമ്പോ രണ്ടാൾ വേണം ഒരാൾക്ക് പകരം എന്ന് പറയുന്നത്? അൻതദില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ, സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല. പുരുഷന്റെ ബുദ്ധിയും പുരുഷന്റെ ഓർമ്മശക്തിയും കൂടുതലാണ്. പുരുഷന്റെ അത്ര തന്നെ ബുദ്ധിശക്തിയും അത്ര തന്നെ ഓർമ്മശക്തിയും സ്ത്രീകൾക്കുണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, അൻതദില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ. ഒരു പെണ്ണ് മറന്നുപോയാൽ മറ്റേ പെണ്ണ് ഓർമ്മിപ്പിക്കാൻ കാരണമാവുമല്ലോ. അതുകൊണ്ട് പെണ്ണാവുമ്പോ രണ്ടാൾ വേണം, ഒരാൾ മാത്രം പോരാ. പിന്നെ അവിടെ പിന്നെ രണ്ടാളും മറന്നാലോ എന്നൊരു ചോദ്യം ഉണ്ടാവും ചില കുസൃതിക്കാർക്ക്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ജീപ്പും കാറൊക്കെ പോകുമ്പോ കാണാറില്ലേ, ജീപ്പില് 4 ടയർ, എന്നാ ഒരു ടയർ കൂടി ഉണ്ടാവും എക്സ്ട്രാ. അതിനാണ് അത് ഒരു ടയർ ചീത്തയായാൽ അപ്പൊ തൽക്കാലം ഇട്ട് ഓടാൻ വേണ്ടിയാ. എന്നാ 2 ടയർ ഒന്നായിട്ട് ചീത്തയായാലോ എന്ന് ആരും ചോദിക്കാറില്ല, 2 ടയർ ആരും ഇട്ട് വെക്കാറില്ല. കാരണം എന്താണ്? അത് അത്രത്തോളം നമ്മൾക്ക് ഒരു കാര്യം കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഒരു ജീപ്പിൽ തന്നെ 4 ടയറും കെട്ടിപ്പോകണം. അപ്പൊ പിന്നെയും ഒരു ചോദ്യം, നന്നാലും ഒന്നായിട്ട് പിന്നെയും പോയാലോ? അപ്പൊ പിന്നെ ജീപ്പ് പിന്നെ ടയർ മാത്രമേ കയറ്റാൻ കഴിയുള്ളൂ, മനുഷ്യന് കയറാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഏത് നിയമത്തിനും ആ നിയമത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ഏത് നിയമങ്ങൾക്കും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, 2 സ്ത്രീകൾ വേണം ഒരു പുരുഷന് പകരം. സാക്ഷി നിൽക്കാൻ വേണ്ടി പറയുമ്പോ, നീ ഇവിടെ ഒന്ന് സാക്ഷിയായി നിൽക്കണമെന്ന് പറയുമ്പോ, അതാ സാക്ഷി നിൽക്കുന്ന ആളുകൾ അവരതിനെ കൂട്ടാക്കാതിരിക്കരുത്. കാരണം അത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും അയൽവാസികൾ തമ്മിലും ജനങ്ങൾക്കിടയിലും കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ഇടപാട് നടന്നതെന്നതിനെ സംബന്ധിച്ച് സാക്ഷി നിൽക്കുകയും സാക്ഷി പറയുകയും ചെയ്യുന്നത് പ്രശ്നമില്ലാതിരിക്കാൻ ഒരു കാരണമാണല്ലോ. അതുകൊണ്ട് സാക്ഷി നിൽക്കാൻ പറഞ്ഞാലും സാക്ഷിയാകുന്നവരോട് സാക്ഷി പറയാൻ വേണ്ടി പറഞ്ഞാലും അവരതിന് വിസമ്മതിക്കാൻ പാടില്ല. ചെറിയതാകട്ടെ വലിയതാകട്ടെ, അത് നിങ്ങൾ അതിന്റെ അവധി വരെ ആ എഴുതി വെച്ചത് സൂക്ഷിക്കുകയും ആ സാക്ഷി നിൽക്കുന്നവർ അത് അതാ എഴുതി റിക്കാർഡാക്കി വെക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നീതിപൂർവകമായ നിലക്ക് നീങ്ങാൻ അതാണ് വേണ്ടത്. ഈ സാക്ഷി നിൽക്കുന്നവരോടും പിന്നെ മറന്നു പോകാതിരിക്കാനും സംശയിക്കാതിരിക്കാനും നിങ്ങളിൽ സംശയങ്ങൾ ഉടലെടുക്കാതിരിക്കാനും അങ്ങനെ എഴുതി വെക്കുന്നതാണ് അതാ നല്ലത്.
ഇത് പറഞ്ഞിട്ട് ഖുർആൻ വീണ്ടും പറയുന്നു, ഇല്ലാ തകൂന തിജാറതൻ ഹാദിറതൻ തുദീറൂനഹാ ബൈനകും. നിങ്ങൾ റൊക്കം തന്നെ പരസ്പരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന കച്ചവടമോ ബിസിനസ്സോ മറ്റോ ആണെങ്കിൽ അവിടെ എഴുതി വെക്കൽ ആവശ്യമില്ല. കാരണം അപ്പോൾ തന്നെ പരസ്പരം അതാ കറ കഴിഞ്ഞല്ലോ, കറ തീർന്നല്ലോ, കൊടുക്കേണ്ടത് അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും കൊടുത്തു, വിഷയം കഴിഞ്ഞല്ലോ, അവിടെ ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഫലൈസ അലൈക്കും ജുനാഹുൻ അല്ലാ തക്തുബൂഹാ. അവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. വഅശ്ഹിദൂ ഇദാ തബായഅതും വലാ യുളാറ കാതിബുൻ വലാ ശഹീദ്. നിങ്ങൾ ഇടപാട് നടത്തുന്ന സമയത്ത് സാക്ഷികളെ നിർത്തണേ. പരിശുദ്ധ ഖുർആൻ ഇടപാടിനെ സംബന്ധിച്ച് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മെ പ്രത്യേകമായി പറയുകയാണ്. നിങ്ങൾ ഇടപാട് നടത്തുന്ന സമയത്ത് സാക്ഷികളെ നിർത്തിക്കോളൂ. വലാ യുളാറ കാതിബുൻ വലാ ശഹീദ്. എഴുതിയവനോട് പോയിട്ട് പിന്നെ നിന്റെ കയ്യക്ഷരത്തിൽ തന്നെ ഒന്ന് തടഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിത്തരണമെന്നാരും പറയരുത്, അല്ലെങ്കിൽ അവിടെ ഒന്ന് മാറ്റി എഴുതി തരണമെന്ന് പറയരുത്. അതുപോലെ എഴുതിയവനാരും പോയി ബുദ്ധിമുട്ടിക്കരുത്. സാക്ഷി നിൽക്കുന്നവനോട് നീ ഇങ്ങനെ മറിച്ച് പറയണമെന്നാരും പറയരുത്. അങ്ങനെ അവൻ മറിച്ച് പറയുകയും ചെയ്യരുത്. എന്താണോ ഉള്ളതുള്ളതുപോലെ അതിന്റെ അവകാശം ഉള്ളവർക്ക് കിട്ടണമെന്ന നിലക്ക് അത് നിങ്ങൾ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇന്നഹു ഫുസൂഖ്. ഉള്ളതിന് വിരുദ്ധമായി എഴുതുകയോ എഴുതിയതിൽ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുകയോ ഇല്ലാത്തതായി പറഞ്ഞ് സാക്ഷി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനധികൃതമായി ചെയ്താൽ അത് പടച്ച റബ്ബിന് വഴിപ്പെടുന്നതിന് പുറത്തു പോകുന്ന തമ്മാടിത്തമാണ് കേട്ടോ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സമാധാനപരമായ അന്തരീക്ഷം ലോകത്തുണ്ടാകാൻ ആവശ്യമായ സമാധാനപരമായ ജീവിതം ഏത് രാഷ്ട്രത്തിലും ഉണ്ടാകാൻ ആവശ്യമായ സർവ്വ വിഷയങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളും നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യങ്ങളും മനസ്സിന്റെ കാര്യങ്ങളും ശരീരത്തിന്റെ കാര്യങ്ങളും സമ്പത്തിന്റെ വിഷയങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം 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 നന്നായി അറിയുന്നവനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടോ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നീളമുള്ള ആയത്ത്, ഏറ്റവും കൂടുതൽ വലിയ ആയത്ത് സമ്പത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും സമ്പത്തിന്റെ വകയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും ആവശ്യമായ ശക്തമായ നിർദ്ദേശം നൽകുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് അവഗണിക്കേണ്ട വിഷയം അല്ല. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്, സമ്പത്ത് മനുഷ്യൻ സ്വാഭാവികമായും മനുഷ്യന്റെ പ്രകൃതി ധനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതിയാണ്. ധനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതി ഇല്ലെങ്കിൽ ഇവിടെ ധനസമ്പാദനങ്ങൾ ഉണ്ടാവുകയില്ല, കച്ചവടങ്ങൾ നടക്കുകയില്ല, ജോലികളും കൃഷികളും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിയിൽ സമ്പത്തിനോടൊരു സ്നേഹം വെച്ചിട്ടുണ്ട്. ഏതുപോലെ എന്നറിയോ? ഭക്ഷണത്തിന്റെ രുചി അല്ലാഹു വെച്ചത് കണ്ടില്ലേ? കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ അത് കഴിക്കാൻ മനുഷ്യൻ കൂട്ടാക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു ഭക്ഷണത്തിന് രുചി വെച്ചു. ഇതുപോലെ അന്ത്യനാൾ വരെ ഇവിടെ മനുഷ്യ സമൂഹം ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഇണകളുമായി ബന്ധപ്പെടണം. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ഇണകളുമായി ബന്ധപ്പെടുന്നതിന് മനുഷ്യന് രസവും സന്തോഷവും വെച്ചു. ഇല്ലെങ്കിലോ ഇവിടെ മനുഷ്യോൽപത്തി ഇവിടെ നിലനിൽക്കുകയില്ല, മനുഷ്യനിവിടെ ഉണ്ടാവുകയില്ല. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി വെച്ചതാണല്ലോ സമ്പത്ത്. അതിനാൽ ആ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കാൻ മനുഷ്യന് താല്പര്യമുണ്ടാകണം എന്നതുകൊണ്ട് തന്നെ
അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ മനുഷ്യന്റെ സമ്പത്തിനോടൊരു സ്നേഹം വെച്ചിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്, മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടു, മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ഒരു പ്രകൃതി നിയമമായി അള്ളാഹു കൊടുത്തിട്ടുള്ളതാണ്. എന്താണ്? ആശിക്കുന്ന ചില സംഗതികളെ ഇഷ്ടപ്പെടൽ. അതിലൊന്നാണ് മിനൻ നിസാ, സൗന്ദര്യമുള്ള ഭാര്യമാരെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഭാര്യമാരെ ഇഷ്ടപ്പെടുക, സ്ത്രീകളെ ഇഷ്ടപ്പെടുക. വൽ ബനീൻ, സന്താനങ്ങൾ ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുക. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ, വെള്ളിയും സ്വർണവും പണവുമായി അതാ സമ്പത്തുകൾ ഒരുമിച്ച് കൂടണം എന്ന് ആഗ്രഹിക്കുക. ഇതൊക്കെ വൽ ഖൈലിൽ മുസവ്വമ, നല്ല കുതിര. അന്നത്തെ കാലത്തുള്ള മുന്തിയ കാറാണത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള മുന്തിയ കാറാണ് അന്നത്തെ കുതിര. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നല്ല ഭംഗിയുള്ള കുതിര, നല്ല സ്പീഡിലോടുന്ന കുതിര, വളരെ നല്ല കുതിര ഉണ്ടാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കുതിര സവാരിയാണല്ലോ ഉള്ളത്. അപ്പൊ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് ബദറിൽ പോകുന്നവരും ഉഹദിൽ പോകുന്നവരും ഖന്തഖിൽ പോകുന്നവരും ഖൈബറിൽ പോകുന്നവരും തബൂക്കിൽ പോകുന്നവരും ഒക്കെ ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അതാ ദീനിന്റെ ഖാദിമീങ്ങൾ ജീപ്പും കാറും എടുത്ത് വഅലിന്റെ സദസ്സിലേക്ക് വരുന്നു, വഅലിന്റെ പ്രചരണത്തിന് പോകുന്നു, ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു. അതുപോലെ ദീനിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ വളരെ ദൂരങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി നല്ല വളരെ പെട്ടെന്ന് ഓടുന്ന വളരെ സൗകര്യമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. കാരണം ഇന്നത്തെ കുതിര ഇന്നത്തെ കാറാണ്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ സ്പീഡിൽ ഓടുന്ന വാഹനമാണ് കുതിര. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു വൽ ഖൈലിൽ മുസവ്വമ, വളരെ നല്ല കുതിര. ആ കുതിരയെ മനുഷ്യന്റെ പ്രകൃതി തന്നെ താല്പര്യപ്പെടുന്ന ഒന്നാണ്. വൽ അൻആമി വൽ ഹർസ്, അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒട്ടകങ്ങൾ. സുബ്ഹാനല്ലാഹ്, വെറും കാറിൽ മുസ്ലിയാരിങ്ങ് വന്നാ പോരല്ലോ, അല്ലെങ്കിൽ കാറിൽ ജനങ്ങൾ ഇങ്ങ് വന്നാ പോരല്ലോ. അതിനു മുമ്പ് ഇവിടെ ബോക്സ് എത്തേണ്ടതുണ്ട്, അതുപോലെ കസേര എത്തേണ്ടതുണ്ട്. അതിനിതാ കാറ് പറ്റില്ലല്ലോ, അതിന് ലോറി വേണമല്ലോ. അന്നത്തെ കാലത്തുള്ള ലോറിയാണ് ഒട്ടകം, അന്നത്തെ കാലത്തുള്ള ലോറിയാണ് ഒട്ടകം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു വൽ അൻആമി വൽ ഹർസ്, അതേ ആടുമാട് ഒട്ടകങ്ങൾ, ആടുമാട് ഒട്ടകങ്ങൾ. അതിലൊട്ടകം വാഹനമാണ്, വലിയ വസ്തുക്കൾ ഭാരം ചുമന്നു പോകുന്ന വാഹനമാണ്. അതിന്റെ പുറമെ പാല് കുടിക്കാൻ പറ്റുന്നതാണ്, അതിന്റെ പുറമെ മാംസവും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യന് പശുവും അതിന്റെ പാലും അതിന്റെ മാംസവും, ആടും അതിന്റെ പാലും അതിന്റെ രോമവും അതിന്റെ മാംസവും, അതെല്ലാം മനുഷ്യന് വേണ്ടി തന്നെ പടക്കപ്പെട്ടതാണല്ലോ. ആ പടക്കപ്പെട്ടതൊക്കെ എനിക്ക് അതാ വേണമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് റബ്ബ് പറയുന്നത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, അത് ഈ ദുനിയാവിലുള്ള ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളാണ് കേട്ടോ. ഈ ദുനിയാവിൽ ജീവിക്കാതെ ഒരു മനുഷ്യൻ ആഖിറത്തിലെത്താൻ കഴിയില്ല. അപ്പൊ ആഖിറത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കണം. അപ്പൊ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളും ചരക്കുകളും വേണം. എങ്കിലേ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇബാദത്തെടുക്കാൻ കഴിയൂ, എങ്കിലേ മനുഷ്യന് ഇൽമ് പ്രചരിപ്പിക്കാൻ കഴിയൂ, എങ്കിലേ ഇൽമ് പഠിക്കാൻ കഴിയൂ, എങ്കിലേ ഇവിടെ അള്ളാന്റെ ദീന് നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ആവശ്യമായ വസ്തുക്കളാണ് അവകൾ. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. പക്ഷേ ഇവിടെയുള്ള ഒട്ടകങ്ങളിലോ ഇവിടെയുള്ള കുതിരകളിലോ ഇവിടെയുള്ള ലോറികളിലോ ഇവിടെയുള്ള പ്ലെയിനുകളിലോ ഇവിടെയുള്ള ട്രെയിനുകളിലോ ഇവിടെയുള്ള കാറുകളിലോ ഇവിടെയുള്ള മറ്റ് വാഹനങ്ങളിലോ ഇവിടെയുള്ള കൃഷികളിലോ ഇവിടെയുള്ള മറ്റ് സ്വർണത്തിലും വെള്ളിയിലുമോ നിങ്ങൾ ലയിച്ചു പോകണ്ട. നിങ്ങൾക്കൊരു നല്ല മടക്കമുണ്ട്, അത് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കമാണ്. അതുകൊണ്ട് ഏത് കാര്യവും അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതിനുപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് പരിശ്രമിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നല്ല മടക്കമുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു
സഹോദരന്മാരെ, ഈ വിഷയം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു കുതിരകളെ എടുത്ത് സത്യം ചെയ്തു. കുതിരകളെ മുൻനിർത്തിയിട്ട് അല്ല സത്യം ചെയ്തു. എന്താ കുതിരകളെ മുൻനിർത്തിയിട്ട് അല്ല സത്യം ചെയ്യാൻ കാരണം? ഇസ്ലാമിന്റെ പ്രവർത്തനം, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വാഹനമാണ് കുതിര. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കുതിരപ്പുറത്ത് സവാരി ചെയ്തിട്ടല്ലേ ദീൻ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. കുതിരപ്പുറത്ത് സമരം ചെയ്തിട്ടല്ലേ ദീൻ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫബസത്ന ബിഹി ജംആ. എന്താണ് അല്ലാഹു പറയുന്നത്? യുദ്ധവേളയിൽ ചാടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. യുദ്ധവേളയിൽ ചാടിക്കൊണ്ട് പോരാട്ടം നടത്തുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അതിന്റെ ശബ്ദമുണ്ടല്ലോ, അതിന്റെ ഞരക്കമുണ്ടല്ലോ, അതിന്റെ മൂളക്കമുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തോടുകൂടെ ചിറിപ്പാഞ്ഞി വരുന്ന കുതിരകൾ. ഫൽമൂരിയാതി ഖദ്ഹാ, കൽഭൂമിയിലൂടെ ചാടിച്ചാടി ദീനീ പ്രവർത്തകരെയും വഹിച്ച് ദീനിന്റെ പ്രവർത്തകന്മാരെയും പുറത്തു വഹിച്ചിട്ട് അത് ആ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആ കുതിരകൾ ഓടിച്ചാടുന്ന സമയത്ത് കല്ലിൽ നിന്ന് തീപ്പൊരി പാറ്റുന്ന കുതിരയാണ്. അത്രയും സ്പീഡിൽ പോകുന്ന തീപ്പൊരി പാറ്റുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽമുഗീറാതി സുബ്ഹാ, ഫൽമുഗീറാതി സുബ്ഹാ. അങ്ങനെ ദീനിന്റെ ശത്രുക്കൾക്കിടയിൽ അത് ആ രാത്രി സമയത്ത് ഓടിക്കതച്ച് അതിരാവിലെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദീനിന്റെ ശത്രുക്കളെ നേരിടാനും അവരുടെ സാമ്പത്തിക ശേഷി തകർക്കാനും ഒക്കെ അവിടേക്ക് ഓടിച്ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖാ, ശത്രുക്കളുടെ മുന്നിലേക്ക് അതേ വളരെ ശക്തിയായ പൊടിവാറ്റിക്കൊണ്ട് പോയി ഓടിക്കൊണ്ടിരിക്കുന്ന കുതിര ആ പൊടികൾക്കിടയിലൂടെ ശത്രുക്കളുടെ മുന്നിൽ പോയി ഫവസത്ന ബിഹി ജംആ. അവിടെ ശത്രുക്കളുടെ മുന്നിൽ പൊടിവാറ്റി വന്ന കുതിരകൾ, ദീനീ പ്രവർത്തകന്മാരെയും ചുമന്നു വന്ന കുതിരകൾ, ആ കുതിരകൾ അവിടെ പോയി നിൽക്കുന്നു. ആ കുതിരകളെ തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്, കുതിരക്കെന്റെ ഒരു ആത്മാർത്ഥതയാണ്. ദീനീ പ്രവർത്തനക്ക് കുതിരക്കെന്റെ ആത്മാർത്ഥതയാണ്. അതിന്റെ ഓട്ടം എന്താണ്? അതിന്റെ ചാട്ടം എന്താണ്? അതിന്റെ തീപ്പരിപാറ്റൽ എന്താണ്? കാരണം ദീനിവിടെ നിലനിർത്തുമെന്നതിന് ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് ആ കുതിര സഹോദര. പക്ഷേ കുതിരയുടെ വിവരമില്ലാത്തൊരു കക്ഷികളില്ലേ? ആരാണത്? ഈ കുതിരയെ സംബന്ധിച്ച് ബോധമില്ലാത്തവർ, കുതിരയുടെ ചിന്തയുമില്ലാത്തവർ. അവരെ സംബന്ധിച്ച് ഖുർആൻ ഉടനെ പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതേ, വിശ്വാസമില്ലാത്ത, പടച്ച റബ്ബിനോട് നന്ദിയില്ലാത്ത, ദീനീ പ്രവർത്തനം എന്താണെന്നറിയാത്ത, എങ്ങനെയാണെന്നറിയാത്ത ചില മനുഷ്യന്മാരില്ലേ, അവിശ്വാസികളും ദുർമാർഗികളുമായ മനുഷ്യർ. ലകനൂദ്, അവര് നന്ദി കെട്ടവരാണ് കേട്ടോ. ഈ കുതിരകൾക്ക് എന്നെ എന്തിന് പടച്ചു എന്ന ബോധമുണ്ട്. ഈ കുതിര ദീനീ പ്രവർത്തന രംഗത്ത് പ്രവർത്തകന്മാരുടെ കൂടെ മുന്നിലുണ്ട്. ചാടി വീഴാനുണ്ട്, പൊടിപാറ്റാനുണ്ട്, അതേ തീപ്പൊരി പാറ്റാൻ ഈ കുതിരയുണ്ട്. പക്ഷേ ഈ കുതിരയുടെ വിവരം പോലുമില്ലാതെ, ദീനീ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരെ പിന്തുണക്കണമെന്ന ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരുടെ കൂടെ ഞാനും കൂടണമെന്ന ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരെ ഞാൻ എവിടെയും എത്തിച്ചു കൊടുക്കാൻ എന്റെ പരിശ്രമം നടത്തണമെന്ന ചിന്തയില്ലാതെ, ദീനിന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ റബ്ബിന് നന്ദി ചെയ്യേണ്ടതിനെ കുറിച്ചോ ചിന്തയില്ലാതെ ജീവിക്കുന്ന അവിശ്വാസി, ആ അവിശ്വാസി വളരെ നന്ദി കെട്ടവൻ തന്നെ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇന്നഹു അലാ ദാലിക ലശഹീദ്. അതിന് അവൻ തന്നെ സാക്ഷിയാണല്ലോ. അവൻ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ലല്ലോ, ചിന്തിക്കേണ്ടതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, പ്രവർത്തിക്കേണ്ടതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. അവൻ തന്നെ അതിന് സാക്ഷിയല്ലേ. അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യാത്തവനാണെന്നതിന് ഈ കുതിരകളുടെ നന്ദിയെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
പിന്നെയും പരിശുദ്ധ ഖുർആൻ പറയുന്നു വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹുവിന് നന്ദി ചെയ്യണമെന്ന് ബോധമില്ലാത്ത മനുഷ്യൻ അവൻ സമ്പത്തിനോട് അങ്ങേയറ്റത്തെ മോഹമുള്ളവനാണ്. അവന് സമ്പത്ത് എന്തിനാണെന്നറിയില്ല, സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നറിയില്ല, സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയില്ല, ഇതിന്റെ പ്രയോഗം എന്താണ്, ഉപയോഗം എന്താണെന്നറിയില്ല, ഞാനിവിടെ ജീവിക്കുന്നത് എന്തിനാണെന്നറിയില്ല. അവന് മുന്നിലൊരു മരണമുണ്ടെന്ന ചിന്തയില്ല, എന്റെ സൃഷ്ടാവിന് ഞാൻ എന്റെ ശരീരവും സമ്പത്തും സമർപ്പിക്കണമെന്ന ചിന്തയില്ല. ആ മനുഷ്യൻ അങ്ങേയറ്റത്തെ സ്നേഹത്തിൽ സമ്പത്തിനെയും പ്രിയം വെച്ച് നടക്കുകയാണ്. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. അവൻ അറിയുന്നില്ലേ ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ. വലിയ പണം സമ്പാദിച്ചവർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ, വലിയ പണക്കാര് കഴിഞ്ഞു പോയിട്ടില്ലേ, വലിയ വലിയ ആൾക്കാരൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ. അങ്ങനെ എല്ലാവരും ഖബറിലേക്ക് നീങ്ങിയിട്ടില്ലേ? ഇനിയും പലരും നീങ്ങാനിരിക്കുന്നില്ലേ? ഇവനും നീങ്ങാൻ പോകുന്നവനല്ലേ? ആ ഖബറിൽ നിന്നെല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു ദിവസം, ആ ദിവസത്തെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ലേ? വഹുസ്സില മാ ഫി സുദൂർ. ഈമാനുള്ളവന്റെ മനസ്സുണ്ട്, സത്യനിഷേധമുള്ളവന്റെ മനസ്സുണ്ട്, അഹങ്കാരമുള്ളവന്റെ മനസ്സുണ്ട്, താഴ്മയുള്ളവന്റെ മനസ്സുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് മുഴുവനും വെളിച്ചത്ത് വരുന്ന ഒരു ദിവസം വരാനില്ലേ? വളരെ തിരക്കിട്ട് പോകേണ്ട മനുഷ്യൻ വളരെ സ്പീഡിൽ പോകുന്ന കാറിൽ കയറി പോകുമ്പോ ഗീബത്തും പറഞ്ഞിരുന്നവനില്ലേ, കുറ്റം പറഞ്ഞവനില്ലേ? ഓരോരുത്തരുടെയും മനസ്സിലെ നീയത്ത് എന്താണെന്ന് അറിയുന്നൊരു രാജാവിന്റെ മുമ്പിൽ അതാ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമില്ലേ? ഇന്ന റബ്ബഹും ബിഹിം യൗമൈദിൻ ലഖബീർ. ഓരോരുത്തരെ സംബന്ധിച്ചും അവരവരുടെ നാഥനും രക്ഷിതാവുമായ അല്ലാഹു നന്നായി അറിയുന്നവനാണ് കേട്ടോ. ഓരോരുത്തരുടെ വാക്കും അവനറിയാം, ഓരോരുത്തരുടെ ഉദ്ദേശവും അവനറിയാം, ഓരോരുത്തരുടെ പ്രവർത്തനവും അവനറിയാം. അവനെ നന്നായി അറിയുന്നവനാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓതി വരുന്ന വല്ലാദിയാത്തി സൂറത്താണ് സഹോദരന്മാരെ ഞാൻ അല്പമൊന്ന് വിവരിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, അവിടെ ദീനീ പ്രവർത്തനത്തിനുതകുന്ന ശക്തിയുള്ള കുതിര, ആ കുതിരകളെ അല്ലാഹു തആല അടിക്കടി പറഞ്ഞ് സത്യം ചെയ്ത് എടുത്തു പറയുകയാണ്. അല്ലാഹ് കുതിരയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, കാരണം ആ കുതിരക്ക് മഹത്വമുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ലോകത്ത് അവൻ പടച്ച സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ വിനിയോഗിക്കപ്പെടുന്നത് എന്തിനാണ്, വിനിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അത് നോക്കിയിട്ട് വേണം സമ്പത്തിനെ കുറിച്ച് പറയാൻ. സമ്പത്ത് മൊത്തത്തിൽ മോശമല്ല, സമ്പത്ത് വിലയുള്ള സംഗതിയാണ്, അത് വേണ്ടത് തന്നെയാണ്, അതിനധ്വാനിക്കേണ്ടതാണ്, അത് സമ്പാദിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി സഹോദരന്മാരെ ഞാൻ പറയട്ടെ, അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഉള്ള സ്വത്തുക്കളൊക്കെ അങ്ങ് നശിപ്പിച്ചിട്ട് നിങ്ങളുടെ പിൻതലമുറയിൽ വരുന്ന സ്വത്തിന്റെ അവകാശികളായ മക്കൾക്ക് കൊടുക്കാൻ, മക്കൾക്കൊന്നും ഉണ്ടാക്കി വെക്കാതെ, മക്കൾക്കൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ ഉള്ളതെല്ലാം അങ്ങ് കൊടുക്കണമെന്ന് അവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കാണാം സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ അതിന്റെ 2742 നമ്പർ ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം കാണാൻ ചെന്നതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? ഉസീ ബിമാലി കുല്ലി, എന്റെ സ്വത്ത് മുഴുവനും ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വസിയ്യത്ത് ചെയ്യട്ടെ നബിയെ? സാധുക്കൾക്ക് കൊടുക്കാനോ, പള്ളിക്ക് നൽകാനോ, മദ്രസക്ക് നൽകാനോ? അങ്ങനെയൊക്കെ മരിക്കുന്നതിന് മുമ്പ് രോഗികൾ വസിയ്യത്ത് ചെയ്യാറില്ലേ? ഞാൻ എന്റെ സ്വത്ത് മുഴുവനും വസിയ്യത്ത് ചെയ്യട്ടെ നബിയെ? കാല, അവിടുന്ന് പറഞ്ഞില്ല, വേണ്ട. ഖുൽതു, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഫസ്സതറ, ഞാൻ എന്റെ ഉള്ള സ്വത്തിന്റെ പകുതി ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ? ഖാല ലാ, വേണ്ട. പിന്നെയും ചോദിക്കുന്നു, ഖുൽതു അസ്സുലുസ,
എന്റെ സ്വത്തിന്റെ 1/3 ഞാനങ്ങ് വസിയ്യത്ത് ചെയ്യട്ടെ. അപ്പോഴവിടുന്ന് 3/1 നീ വസിയ്യത്ത് ചെയ്തോ, അത് ധാരാളമാണ്. ഇന്നക അൻതദ അവറസതക അഗ്നിയാഅ ഖൈറും മിൻ അൻതദാഹും ആലതൻ യതകഫഫൂന الناس في ايديهم. നീ നിന്റെ അനന്തരക്കാരായ മക്കളെ, നീ നിന്റെ അനന്തരക്കാരായ കുടുംബക്കാരെ അവർക്കൊന്നുമില്ലാത്ത നിലക്ക് നീ കൈയൊഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് ഐശ്വര്യമുള്ള നിലക്ക് നീ അവരെ കൈയൊഴിച്ചാൽ ഖൈറും മിൻ അൻതദാഹും ആലതൻ യതകഫഫൂന الناس في ايديهم. അവര് നിന്റെ മരണശേഷം നിന്റെ സ്വത്തവകാശികൾ പോയിട്ട് എനിക്കെന്തെങ്കിലും തരുമോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നൊരവസ്ഥയിൽ അവരെ ആക്കാതെ അവരെ ഐശ്വര്യത്തോടെ തന്നെ നീ നിലനിർത്തുന്നതാണ് ഖൈറ് കേട്ടോ. വഇന്നക മഹ്മാ അൻഫഖത മിൻ നഫഖത്തിൻ ഫഇന്നഹാ സദഖത്തുൻ ഹത്താ ലുഖ്മതു തർഫഉഹാ ഇലാ ഫിംറഅതിക. നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ഭക്ഷണമില്ലേ, ആ ഭക്ഷണത്തിന്റെ ഒരു പൊതി അല്ലെങ്കിൽ ഒരു വാരൽ അത് അവളുടെ വായിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ അതും ഒരു സദഖയാണ്. സഅദേ, നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ചെലവും ഒരു സദഖയാണ് സഅദേ. വഅസല്ലാഹു അൻ യർഫഅക ഫയൻദഫിയ ബിക നാസുൻ വയുദർറ ബിക ആഖറൂൻ. പക്ഷേ നിങ്ങൾ ഈ മരണത്തിൽ ഇപ്പങ്ങ് മരിക്കുമെന്ന് ബേജാറാകുന്നുണ്ടെങ്കിലും വസിയ്യത്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ നിന്നോട് പറയാം, നിന്നെ അല്ലാഹു തആല ഉയർന്നൊരു സ്ഥാനത്തേക്ക് ഉയർത്തും. നിന്നെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടും, ഒരുപാട് ആളുകൾക്ക് നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടുമുണ്ടാകും. നല്ലവർക്ക് ഉപകാരം കിട്ടും, നിന്നെതിരാളികൾക്ക് നിന്നെ കൊണ്ട് ഇടങ്ങാറാണെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെ നിനക്ക് പിന്നെയും ഭാവിയുണ്ട് സഅദേ. വലം യകുൽ ലഹു യൗമൈൻ ഇല്ല ബനത്തുൻ. അന്നൊരു പെൺകുട്ടി മാത്രമേ സഅദ് റളിയല്ലാഹു അൻഹുവിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. പെൺകുട്ടി മാത്രമാണെങ്കിൽ എന്റെ സ്വത്ത് മുഴുവനും അവകാശികൾക്ക് കൊടുക്കാതെ ഞാനത് മുഴുവനും അങ്ങ് കൊടുത്താലോ എന്ന് ചിന്തിക്കേണ്ടതില്ലെന്നല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. കുറച്ചൊക്കെ അവകാശികൾക്കും കിടക്കട്ടെ, അവകാശികൾക്ക് ഐശ്വര്യമുണ്ടാകുന്ന നിലക്ക് നീ അവിടെ ബാക്കി വെക്കുന്നത് ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് എങ്ങനെ സമ്പാദിക്കണം, അതിനെല്ലാം കൃത്യമായ നിയമം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. അത് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സമർപ്പിച്ചവനാണ്. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് കൈകാര്യം ചെയ്യുമെന്ന ചിന്തയിലാണ് കൊണ്ടുപോകേണ്ടത്. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുകൊണ്ട് തന്നെയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ചിട്ട്, നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ച് ഒരു തോർത്ത് മുണ്ടുടുത്തിട്ട് കുളിക്കാറില്ലേ? അതുപോലെ കുളിക്കുന്ന സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് സ്വർണത്തിന്റെ ജറാദുകൾ, സ്വർണത്തിന്റെ വെട്ടുകിളികൾ വന്നിങ്ങു വീണു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ സാധാരണ ഉടുക്കുന്ന തുണിയെടുത്തിട്ട് അതിൽ നിറയെ ഈ ജറാദിനെ പിടിച്ച് വാരിയിടുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, ഓ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നു, അല്ലയോ അയ്യൂബ്, യാ അയ്യൂബ്, അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ. നിങ്ങളിങ്ങനെ ഉടുത്ത തുണിയിൽ ഈ പൊന്നിന്റെ ജറാദിറങ്ങിയപ്പോ അതിങ്ങനെ വാരിയിടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ധാരാളം തന്നിട്ടില്ലേ? അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ബലാ വഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം അല്ലാ, വലാകിൻ ലാ ഗനാ ബി അൻ ബറകതിക, നിന്റെ ബറക്കത്തിനെ തൊട്ട് എനിക്ക് ഐശ്വര്യമില്ല അല്ലാ. നിന്റെ ബറക്കത്ത് ഇറങ്ങുമ്പോ ഞാൻ എന്തിന് വേണ്ടാന്ന് വെക്കണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് ആ ഹദീസ് 279 നമ്പറായി കാണാം. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കൾ
മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെയുള്ള അമ്പിയാക്കൾ ധനം സമ്പാദിച്ചിട്ടുണ്ട്. അതേ ധനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. കച്ചവടം ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ അതാ കൃഷി ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, പണക്കാരൊക്കെ മോശക്കാരാണ്. അങ്ങനത്തെ ഒരു ധാരണ ദരിദ്രന്മാരായ ആളുകളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുപോലെ അതിന് പോകാത്തവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒരുപക്ഷേ അവരെ ഖൽബ് നല്ലതാണെങ്കിൽ, അവര് ദീനിനെ സഹായിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവർ അല്ലാഹുവിന്റെ പൊരുത്തം അതിലൂടെ സമ്പാദിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവരും റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുള്ളവർ തന്നെയാണ് കേട്ടോ. ആരും ആരെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. മുസ്ലിയാരായ എനിക്കിങ്ങനെ തോന്നുക, കച്ചവടക്കാരൊക്കെ വളരെ മോശമാണെന്ന് തോന്നുക, അങ്ങനെ ഒരു തോന്നല് വേണ്ട, ഒരു മനുഷ്യനും വേണ്ട. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു അവന്റെ ബർക്കത്ത് നൽകുന്നത് ആർക്കാണ്? അല്ലാഹു തആല ആരെയാണ് രക്ഷപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ അടിമകൾ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എന്റെ ബിസിനസ്സുകാരോട് പറയട്ടെ, അതുപോലെ കച്ചവടവും കൃഷിയുമായി ബന്ധപ്പെടുന്നവരോട് പറയട്ടെ, ജോലിയെടുക്കുന്നവരോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ മാ ഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ധനം സമ്പാദിക്കുന്ന കക്ഷികൾ ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നത്, ഹറാമിലൂടെയാണോ സമ്പാദിക്കുന്നത് എന്നത് അല്പവും ചിന്തിക്കാതെ ജനം സമ്പാദിക്കുന്ന ഒരു കാലം വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മൾ ഏത് നയാകാശ് നമ്മളെ കയ്യിൽ വരുന്നുണ്ടെങ്കിലും അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ വരാവൂ എന്ന നിർബന്ധം നമുക്ക് വേണം. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ ജീവിക്കാവൂ. തലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. അതേ, വാസ്തവത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതും ജീവിതത്തിന് വഴി തേടുന്നതും ഒരു നിർബന്ധമായ കർമ്മമാണ്. യാചിക്കണമെന്ന് ആരോടും ഇസ്ലാം പറഞ്ഞിട്ടില്ല. യാചനയെ ഒരിക്കലും തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റൊരുത്തന്റെ കീശയിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കാൻ പാടില്ല. അതേസമയത്ത് ഒരാൾ സ്നേഹ ബഹുമാനത്തോടെ വല്ലതും തന്നാൽ അത് സ്വീകരിക്കുന്നതിനൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തപ്പോൾ സ്വീകരിക്കാൻ മടിച്ചപ്പോൾ, മടിക്കേണ്ടതില്ല ഉമറെ, കിട്ടണമെന്ന് ചിന്തിച്ചു പോയി നിൽക്കണ്ട, അതുപോലെ തന്നെ ചോദിക്കണ്ട, തന്നാൽ വാങ്ങുന്നതിനൊരു കുഴപ്പവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദിയ വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഹദിയ കൊടുക്കുന്നത് സൽക്കർമ്മവുമാണ്. പക്ഷേ ജോലിയെടുത്ത് ജീവിക്കാനല്ലേ ഇസ്ലാം പ്രചോദനം നൽകിയിട്ടുള്ളത്. ആ ജോലിയെടുത്ത് ജീവിക്കുക എന്നത് നമ്മുടെ സ്വഭാവമായിട്ട് ചെറുപ്പക്കാരെ നമ്മൾ ഉൾക്കൊള്ളണം. വിസയും കാത്തിരുന്നിട്ട് ഒരു ജോലിയും എടുക്കാതെ സമയം പോക്കിക്കളയുന്ന ധാരാളം ചെറുപ്പക്കാരില്ലേ? ഓ ചെറുപ്പക്കാരാ, വിസ വരുമ്പോൾ നമുക്ക് പോകാം. അതിനു മുമ്പുള്ള സമയം നമ്മൾ എന്തിനു വെറുതെ കളയണം? സമയം വെറുതെ കളയുന്ന നിലക്ക് ഒരു ജോലിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓവുപാലത്തിന്റെ മേലെ ഒന്ന് പോയിരുന്ന് സൊറ പറയണമെന്ന് തോന്നുക. അങ്ങനെ സൊറ പറയുമ്പോഴാണ് മറ്റൊരാൾ കഞ്ചാവ് കൊണ്ടുവരിക, അപ്പോഴാ വേറൊരുത്തൻ കള്ളിന്റെ കുപ്പി കൊണ്ടുവരിക, അപ്പോഴാ സഹോദര ചിലപ്പോൾ ഡിസംബർ 6 അന്ന് നമുക്കൊന്ന് റോട്ടിന്റെ മേലെ കല്ലെടുത്ത് വെക്കാമെന്ന് പ്ലാൻ ചെയ്യുക. പാടില്ല. ഡിസംബർ 6, 5, 4, 6, 7 ഒരു ദിവസവും ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡ് ബന്ധാക്കാൻ പാടില്ല. ഒരു കാരണവശാലും പാടില്ല. സഹോദരാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയല്ലാതെ അതിനപ്പുറം അതിര് കവിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ഒരു രംഗത്തും നമുക്കുണ്ടാകാൻ പാടില്ല. അധ്വാനിച്ച് ജീവിക്കാനാണ് കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈഹി. ദാവൂദ് നബി അലൈഹിസ്സലാം അധ്വാനിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. ഇതെന്തിനു പറഞ്ഞു? അധ്വാനിക്കാൻ പ്രചോദനം നൽകുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് ഒരു ധാരണ, മൊയ്ലാമാരൊന്നും പണിയെടുക്കാത്തവരാണ്. ആ ധാരണ തെറ്റാണ് കേട്ടോ. അവരേറ്റവും മുന്തിയ ജോലി എടുക്കുന്നവരാണ്, അവർ ഇൽമു പഠിപ്പിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയൊരു ജോലി ലോകത്തില്ല. അതിന് കൂലി കൊടുക്കാൻ ലോകത്തിന് മുതലാളിക്കും സാധ്യവുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബി എന്ന അക്ഷരം പഠിപ്പിച്ചതിന് നിങ്ങൾ അമേരിക്ക മുഴുവനും കൊടുത്താൽ അതിന് പ്രതിഫലമാകുമോ?
അത് കൊടുക്കാൻ കഴിവുള്ള ഒരു മുതലാളിയും ഇവിടെയില്ല. അതുകൊണ്ട് മദ്രസയിലെ മുഅല്ലിമീങ്ങളും പള്ളിയിലെ മുദരിസുമാരും ഇൽമു പഠിപ്പിക്കുന്നവരൊക്കെ ജോലിയെടുക്കാതെ ജീവിക്കുന്നവരാണെന്നൊരു ഹുങ്ക് വേണ്ട മോനെ. അതുപോലെ വേറെ ചില ആളുകളുണ്ട്. അതെന്താണ്? മുസ്ലിംമാര് കൊടുത്തില്ലേ, നമ്മൾ കൊടുത്തില്ലേ, മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകും, അങ്ങനെ ധരിക്കുന്ന ഹുങ്കുകാരുണ്ട്. അങ്ങനെയും വേണ്ട. ഇല്ലം അലൈഹിം മജുദ് ഫി ഹാലത്തിൽ ളറരി. ചില ജാഹിലീകൾക്കൊരു വിചാരമുണ്ട്. എന്താണ്? നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകുമെന്നൊരു ധാരണ. അതിനെ സംബന്ധിച്ച് റസാനത്ത് പറയുകയാണ്. അതേ, ആ വിചാരം ഏതുപോലെയാണെന്നറിയോ? ഇതിന്റെ ബാക്കി ظل النعيم بأن الزرع يفسد إن لم يحفظنه برد الطير والسهر. വെള്ളേരിപ്പന്തല്, അതുപോലെ പടവലത്തിന്റെ പന്തല്, അതുപോലെ കയപ്പകൃഷി നടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ഒരു വൈക്കോല് കൊണ്ട്, ഉണക്ക് പുല്ല് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയിട്ട് ഒരു കുപ്പായ ഒടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. എന്തിന്? ചിലപ്പോ എന്താ പൊട്ടിക്കണ്ണാന്ന് എഴുതിയും വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു വെച്ചിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറെ വിഷയം. ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കിയേക്കാൻ പാടില്ല. ചില ആളുകൾ, ചില നേതാക്കന്മാരെ രൂപം ഉണ്ടാക്കിയിട്ട് കത്തിക്കാറുണ്ട്. ഉണ്ടാക്കല് ഹറാമ്, കത്തിക്കല് ആവശ്യമാണ്. കത്തിച്ചുകൊണ്ട് നശിപ്പിക്കണമെന്നില്ല, അല്ലാത്തവർക്ക് നശിപ്പിച്ചാൽ മതി. അതേ സമയത്ത് ഒരു മഹാനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി കത്തിച്ചാണെങ്കിൽ ആ വകയിൽ കുറ്റക്കാരനാവും. പക്ഷേ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെക്കുന്നത് തെറ്റാണ്, നശിപ്പിക്കലല്ല തെറ്റ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ, ഏത് സാധനം? ഈ വെള്ളേരി പന്തലിൽ വെക്കുന്ന സാധനം. ആ സാധനം ഇങ്ങനെ വിചാരിക്കാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒരൊറ്റ വെള്ളേരി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ കയപ്പി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ പടവലം ഉണ്ടാവൂല. ഈ വിഡ്ഢിത്തം പോലെയാണ് ആലിമീങ്ങളെ ജീവിതം. ഞങ്ങളെ കൊണ്ടാണെന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവരുടെ ചിന്തയെന്ന് റസാനത്ത് പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള ചിന്തയും ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നു പോകണ്ട. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്. ആ റബ്ബിന്റെ ഖജനാവ് ഒരാൾക്ക് മാത്രം തുറന്നതല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ആ ബോധം ഏത് മനുഷ്യന്റെയും മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സമ്പാദ്യം സമ്പാദിക്കുമ്പോഴും അത് വളരെ കൃത്യമായിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പാല് കിട്ടി. പാല് കൊടുത്തൊരാള്, നല്ല പാല് കുടിച്ചപ്പോ നല്ല രുചി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്നാ മോനെ ഈ പാല്? അപ്പൊ പറഞ്ഞു, ആ പാല് ഞാനൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ അവിടെ കുറെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഒട്ടകത്തെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആള് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയി നിന്നപ്പോ അവിടെ അതാ സക്കാത്തിന്റെ മുതലായ ഒട്ടകം, സക്കാത്തിന്റെ മുതലായ ഒട്ടകം. ആ ഒട്ടകത്തെ കുടിപ്പിക്കാൻ വന്ന ആളുകള് ആ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് എനിക്ക് തന്നു. ഞാൻ അതിന്റെ എന്റെ പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തു. ആ പാലാണ് നിങ്ങൾക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്, സക്കാത്തിന്റെ ഒട്ടകത്തിന്റെ പാല്, അത് ഞാൻ കുടിക്കേണ്ട പാലല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ എന്ത് ചെയ്തു? കൈ അങ്ങോട്ടിട്ടു തൊള്ളയിലേക്ക്. കുടിച്ച പാല് മുഴുവനും ഛർദിച്ചു കളഞ്ഞു കേട്ടോ. പടച്ചവനെ ഭയപ്പെടുന്നവർ അവരതാ പരിപൂർണമായി കൃത്യമായി സമ്പാദനത്തിന്റെ വഴി ക്ലിയറാണെന്ന് ബോധ്യപ്പെടാത്തത് അവരെ വയറ്റിലോ അവരെ ശരീരത്തിലോ അവരിഷ്ടപ്പെടുന്നില്ല. കാരണം ദുആക്ക് ഉത്തരം കിട്ടൂല, നരകവുമായി ബന്ധപ്പെട്ട ശരീരമായി മാറും. അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കുന്നവരെ നന്നായി ചിന്തിച്ചോളണം. ഒരിക്കലും തന്നെ നമ്മൾ ഹറാമായ വഴിയിൽ ധനം സമ്പാദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ അർറജുലു യുതീനു സഫറ അസ്അത വ അഗ്ബറ, അർറജുലു യുതീനു സഫറ അസ്അത വ അഗ്ബറ. ചിലർ വളരെ യാത്ര ചെയ്യുന്നു, മുടി ചരകട്ടിയവരാണ്, പൊടി പുരണ്ടവരാണ്. അവരതാ ഫാഷനും പരിഷ്കാരത്തിനൊന്നും അവർക്ക് നേരല്ല, വല്ലാത്ത യാത്രയിലാണ്. പക്ഷേ ആ കക്ഷികളിൽപ്പെട്ട ചിലർ എങ്ങനെയാണ് സാധനം ഉണ്ടാക്കുന്നത്, എങ്ങനെയാ സമ്പാദിക്കുന്നതെന്ന ചിന്ത അവർക്കില്ല. ആ നിലക്ക് സമ്പാദിച്ചുണ്ടാക്കുന്ന ചില ആളുകൾ, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നു, അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. യാ റബ്ബി യാ റബ്ബി, അതേ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതാ മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. അതേ വമൽബ
മൽബസുഹു ഹറാം, ധരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലൂടെ വളർത്തപ്പെട്ടവനാണ്. അന്നാ യുസ്തജാബു ലിദാലിക്, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടലെങ്ങനെ? ദുആക്ക് ഉത്തരം കിട്ടണമോ എങ്കിൽ സഹോദരാ, കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ ആകണം കേട്ടോ. അതുപോലെ അല്ലാഹു തആല നമ്മളെ അമലുകൾ സ്വീകരിക്കണോ, കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ ആകണം കേട്ടോ. മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നിങ്ങളെല്ലാം നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ, നിങ്ങളെ പിഞ്ചുമക്കളെ പ്രിയം വെക്കുന്നവരല്ലേ, നിങ്ങളെ ഭാര്യമാരെ പ്രിയം വെക്കുന്നവരല്ലേ, കുടുംബങ്ങളെ പ്രിയം വെക്കുന്നവരല്ലേ. എന്നാൽ അവരെ നമ്മൾ നരകത്തിലേക്ക് നയിക്കാൻ പാടില്ലല്ലോ. ചോദിക്കട്ടെ, നമ്മൾ ഹറാമായ നിലക്ക് മുതലാളിമാരുടെ കട്ടുകൊണ്ടുവന്നാലും തൊഴിലാളിയെ വഞ്ചിച്ചിട്ട് അവന്റെ കൂലി കൊടുക്കാതെ അതാ നമ്മളിങ്ങെടുത്തു വെച്ചാലും വഞ്ചിച്ചു കൊണ്ടുണ്ടാക്കിയാലും ഹറാമായ വഴിയിൽ എങ്ങനെ സമ്പാദിച്ചാലും പലിശ എവിടെ നിന്ന് വാങ്ങിയാലും മോനെ അത് നമ്മളെ മക്കളെ കൊണ്ട് തിന്നിച്ചാൽ ആ മക്കളുടെ മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതായില്ലേ? ഭാര്യമാരും നമ്മളെ കുടുംബവും നരകത്തിലേക്ക് പോയില്ലേ? കാരണം നമ്മൾ കൊടുത്ത ഭക്ഷണമല്ലേ. എന്തിനീ അക്രമം നമ്മളെ കുടുംബങ്ങളോട് ചെയ്യണം? എന്തിനീ പിഞ്ചുമക്കളോട് ചെയ്യണം? എന്തിന് ഭാര്യമാരോട് ചെയ്യണം? അതുകൊണ്ട് ഹലാലായതല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിക്കുകയില്ലെന്നൊരുറപ്പ് നമ്മുടെ ജീവിതത്തിൽ എടുത്തേ പറ്റൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.